സംഗീതമായിരുന്നു തൻ്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞ ബോംബെ രവി ആദ്യ കാലങ്ങളിലെല്ലാം ഇലക്ട്രീഷ്യനായിരുന്നു ജീവിച്ചിരുന്നത്. കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വരുമാന മാർഗം വേണമല്ലോ. എന്നിട്ട് 1950 അദ്ദേഹം ബോംബെക്ക് വണ്ടി കയറുകയാണ് ഒരു പ്രൊഫഷണൽ മ്യൂസീഷ്യൻ ആവാൻ, ഒരു സിംഗർ ആവാൻ. എന്നിട്ട് ആദ്യകാലത്തിലെല്ലാം അദ്ദേഹത്തിന് ദാരിദ്ര്യവും, ഒരു സ്ഥലം, ഒരു വീട് പോലും ഇല്ലായിരുന്നു കിടന്നുറങ്ങാൻ. അദ്ദേഹം മെൽഡ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നതുമെല്ലാം. എന്നിട്ട് അദ്ദേഹത്തെ ശരിക്കും കൈത്താങ്ങ് പിടിച്ച് ഉയർത്തിക്കൊണ്ട് വരികയും ആദ്യമൊക്കെ അദ്ദേഹം വന്ദേ മാതരം എന്ന പാട്ടിലെ ബാക്ക്ഗ്രൗണ്ട് സിംഗറായിരുന്നു. ഒരു കൂട്ടം സിംഗേഴ്സിൽ ഒരാൾ മാത്രമായിരുന്നു. പിന്നീട് ആശാ ഭോസ്ലെയുടെയും പിന്നെ ഒത്തിരി അധികം ആൾക്കാരുടെ കരിയർ തന്നെ അദ്ദേഹം മാറ്റിമറിച്ചിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള ചില മഹത് വ്യക്തികളുടെ അല്ലെങ്കിൽ സമൂഹത്തിൽ ചില മേഖലകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ അവരുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെയാണ് ഇവരെല്ലാം കടന്നു വന്നിട്ടുള്ളത്. ഒരുപാട് വേദനകൾ കണ്ടുകൊണ്ടും വേദനകൾ അനുഭവിച്ചുമാണ് അവർ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ബോംബെ രവിയുടെ ജീവിതവും അനു പറഞ്ഞതുപോലെ ഒട്ടും വ്യത്യസ്തമല്ലായിരുന്നു. കാരണം എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാത്ത ഒരു അവസ്ഥയിൽ നിന്ന് പ്ലംബറായും അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനായും ഇത്തരത്തിലുള്ള സാധാരണ വളരെ ചെറിയ തുച്ഛമായ വരുമാനമുള്ള ഒരുപാട് ജോലികൾ ചെയ്യാൻ ശ്രമിച്ച് ഇതൊന്നുമല്ല തന്റെ മേഖല എന്ന ഒരു കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞ് 1950കളിൽ ബോംബെക്ക് വണ്ടി കയറി അവിടെ നിന്ന് തന്റെ കരിയറിൽ വലിയൊരു മാറ്റം വരുത്തിയ വ്യക്തിത്വമാണ് ബോംബെ രവി. ഇതിനുശേഷം അദ്ദേഹം ഏറ്റവും അധികം ഹിറ്റുകൾ ഉണ്ടാക്കിയത് ബോംബെ രവി ഹരിഹരൻ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കൽ കോമ്പിനേഷൻ ആണ്. വൈശാലി, നഖക്ഷതങ്ങൾ എന്നീ സിനിമകൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം സംഗീതം നൽകുകയും ഈ രണ്ട് സിനിമകൾക്കും ചിത്രചേച്ചിക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുക്കുകയും, അതായത് മഞ്ഞൾ പ്രസാദവും പിന്നെ ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ഈ രണ്ട് ഗാനങ്ങൾക്ക് ചിത്രചേച്ചിക്ക് നാഷണൽ അവാർഡും, പിന്നീട് അദ്ദേഹത്തിന് തന്നെ പരിണയവും സുഹൃതവും എന്ന സിനിമകൾക്ക് വേണ്ടിയും അദ്ദേഹത്തിന്റെ മ്യൂസിക് ഡയറക്ഷനും സിനിമയിലെ സംഗീത സംവിധാനം ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടിയിട്ട് അല്ലേ. ഒപ്പം ദേശീയ പുരസ്കാരങ്ങളോടൊപ്പം തന്നെ ഗസലിന് വേണ്ടിയിട്ട് സംസ്ഥാന പുരസ്കാരം, മികച്ച മ്യൂസീഷ്യനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പാട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ ശരിക്കും അതെ, ബോംബെ രവി ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ജോണർ തന്നെയാണ്. മഞ്ഞൾ പ്രസാദവും ഒക്കെ മലയാളിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഗാനങ്ങളാണ്. ഒരുപാട് ഗൃഹാതുരത്വം നൽകുന്ന ഗാനങ്ങളാണ്. ക്ലാസിക്കൽ ആയിട്ട് ഒരു രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ സംഗീതം കൊണ്ട് ജനിച്ച് സംഗീതത്തിലൂടെ തന്നെ ശരിക്കും അദ്ദേഹം ഒരു 10 വർഷത്തെ ബ്രേക്ക് എടുത്തെങ്കിലും 1980കളിൽ അദ്ദേഹം തിരിച്ചു വരുന്നത്, ബോംബെയിൽ നിന്നും തിരിച്ചു വരുന്നത് ഒരു വലിയ മലയാളത്തിന് ഒത്തിരിയധികം ഹിറ്റുകൾ നൽകിക്കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമുക്ക് എന്നും തിരിച്ചും മറിച്ചും കേൾക്കാൻ സന്തോഷമുള്ള പാട്ടുകൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ പുഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. നമസ്കാരം, ബ്യൂട്ടി സ്പോട്ട് സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനംകോട് പൂഴിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെ ചമയം ബ്യൂട്ടി പാർലറിലേക്കാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നിമ്മി പ്രദീപിനെ. ചേച്ചി സ്വാഗതം. നമസ്കാരം. എന്താണ് ചേച്ചി ഇന്ന് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് ബ്രൈഡലിൻ്റെയാണ്. ബ്രൈഡലിൻ്റെ റിസപ്ഷൻ വരുന്ന ഹെയർ സ്റ്റൈലാണ്, ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈൽ. അതാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് കാണിക്കാം. കാണിക്കാം. എത്ര കൊല്ലമായിട്ടാണ് ചേച്ചി ഈ ഫീൽഡിലോട്ട് വന്നിട്ട്? ഞാനൊരു 14 കൊല്ലമായി. ഇതിലോട്ട് വരാനായിട്ട് എന്താ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നതാണോ അതെ പഠിച്ചു അതിനോടൊപ്പം ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. മെയിനായിട്ട് മേക്കപ്പാണ് എനിക്കിഷ്ടം കൂടുതലും. അപ്പോൾ അതൊരു കൊച്ചിലെ കുഞ്ഞു പിള്ളേരെയൊക്കെ കാണുമ്പോൾ ഒരുക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇഷ്ടമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിനോടൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഫീൽഡിലോട്ട് വരാനുള്ള കാരണം. ഇപ്പോൾ ബ്രൈഡിനുള്ളതാണ് ചെയ്യുന്നത്, റിസപ്ഷന് വേണ്ടിയിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ ഹെയർ സ്റ്റൈലിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് ഓവൽ ഷേപ്പ് പോലെ കുട്ടിയുടെ മുഖത്തിനെ ആയതുകൊണ്ട് കുറച്ച് ഇങ്ങനെ മുടിയുള്ള കുട്ടികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ അത്രയും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം മുടിയുള്ള കുട്ടികൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഭംഗിയായിട്ടിരിക്കും. ഇത് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും അതിനുള്ള ഇത് പറയുന്നത് ഗൗണിന് മാച്ചാവും. പിന്നെ ഗൗണിന് കൂടുതലും ബമ്പിങ് ആണ്. പിന്നെ നമ്മുടെ ലാച്ച പോലത്തെ ഡ്രസ്സ്, പിന്നെ ഇപ്പോൾ ലെഹങ്ക പോലെ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ കുറച്ചുകൂടെ സൂട്ടബിളായിരിക്കും. പിന്നെ നോർമലായിട്ട് ഇപ്പോൾ ഒരു ഫങ്ഷന് പോകണം,
നമുക്ക് അതിനും ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ്. ഹാർട്ട് സ്പ്രേ എന്ന് പറയും. നമ്മളിങ്ങനെ ബമ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കുറച്ച് നന്നായിട്ട് ഉറച്ചിരിക്കാൻ വേണ്ടിയാണ്. ഷൈനിങ് സ്പ്രേ ആണ്. ഇപ്പോൾ ഈ ഹമ്പ് വെക്കില്ലേ, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ട്, സ്പോഞ്ച് പോലത്തെ, അത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് വെക്കുന്നവർ വെക്കും, അല്ലാതെ ഹെയറിൽ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ ഞാൻ മാക്സിമം ഹെയറിൽ തന്നെ ചെയ്യാൻ നോക്കും. കാരണം എന്ന് വെച്ചാൽ അത് ചെയ്ത് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ഫിനിഷിംഗ് ഒക്കെ കിട്ടാനും അങ്ങനെ ചെയ്ത് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കൂടുതലും മാരേജ് വർക്ക് ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഹെയർ സ്റ്റൈൽ മാത്രമായിട്ടാണോ അത് മേക്കപ്പ് ഉൾപ്പെടെ ഹെയർ മാത്രം ഇവിടെ ചെയ്യാൻ വരുന്ന കുട്ടികളും ഉണ്ട്. ഫങ്ഷനൊക്കെ ഒരുങ്ങാനും അങ്ങനെയൊക്കെ വരുന്ന കുട്ടികളും ഉണ്ട്. ഹെയർ മാത്രം ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. ഈ ഷോർട്ട് ഹെയർസിനൊക്കെ എങ്ങനത്തെ ഇതായിരിക്കാം കൂടുതലും? അത് ഗൗണൊക്കെ ആണെങ്കിൽ നമ്മൾ റൗണ്ട് പെറ്റൽസ് കൊടുത്തിട്ട് അതിൽ വന്നിട്ട് ഹെയർ ഉള്ള കുട്ടികളാണെങ്കിൽ കുറച്ച് ഹെയർ ഇട്ടതിന് ശേഷം അതിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാറുണ്ട്. പിന്നെ നീളമുള്ളവർക്ക് മാക്സിമം അല്ലെങ്കിൽ തുമ്പ് ചുരുട്ടിയിടുന്ന അങ്ങനെ എന്തെങ്കിലും ചെയ്യും. നമ്മൾ ഷൈനിങ് സ്പ്രേ അടിക്കുമ്പോൾ കുറച്ചൊന്ന് ഹെയർ കുറച്ചും കൂടി ഷൈനിങ് ആയിരിക്കും. നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമുക്ക് പോർഷൻ ഇങ്ങനെ എടുക്കുകയാണ്. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണത്. ബാക്ക് സൈഡിലാണല്ലേ കൂടുതലും വർക്ക് വരുന്നത്? ബാക്ക് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നോർമൽ പിന്നും പോലെ ഈ നടുക്കുന്ന പിന്നീട് അതിന് സൈഡ് വെച്ചിട്ടാണ് പിന്നി എടുത്തിരിക്കുന്നത്. ഇനി അടിയിലോട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മളിനി ഇതിൻ്റെ നടുക്കുന്നൊരു പോർഷൻ ഇത് ഇങ്ങനെ എടുക്കും. അതെ. കുറച്ചുകൂടെ പൊക്കി വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഹെയർ അനുസരിച്ച് നമുക്ക് ചെയ്യാം. കുറച്ച് ഹെയർ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ പൊങ്ങി നിൽക്കും. ഇതിപ്പോൾ ഹെയർ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഹാർട്ട് സ്പ്രേയും അടിക്കുമ്പോഴത്തേക്കും ഇത് കുറച്ച് നല്ല സെറ്റായി ഇങ്ങനെ ഇരിക്കും. നമ്മളിനി അടുത്ത് ഫ്ലവർ കുറച്ചും കൂടി ഭംഗി വരാനായിട്ടല്ലേ സൈഡ് പോർഷൻ കൊടുക്കാം. റിസപ്ഷൻ വർക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ബീഡ്സ് ഒക്കെ വയ്ക്കും. ബീഡ്സ് വയ്ക്കും. വളരെ ഷോർട്ട് ടൈം കൊണ്ട് ചേച്ചി ഒരു അടിപൊളി ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? പെട്ടെന്ന് ചെയ്ത ഒരു സംഭവം. എപ്പോഴും ഞാൻ ചെയ്യുമ്പോൾ അത്രയും ശരിയായെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ പെട്ടെന്നുള്ളതായതുകൊണ്ട് ഈ ഫ്രണ്ടിൽ എവിടെയെങ്കിലും വർക്ക് വരത്തില്ല? ഇവിടെ വേണമെങ്കിൽ സ്റ്റോൺ നമുക്ക് കൊടുക്കാം, പ്രശ്നമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചില കുട്ടികൾക്ക് ഇഷ്ടം കാണില്ല, സിമ്പിളായിട്ട് മതി എന്ന് പറയും. അങ്ങനെ ഇവിടെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ, കുഞ്ഞ് സ്റ്റോൺ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി കൊടുക്കും. പിന്നെ ഈ ക്രിസ്ത്യൻ ബ്രൈഡിലൊക്കെ ആണെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ പൊങ്ങി വരും. ക്രൗൺ വരുമ്പോൾ ഇവിടെ കല്ല് സെറ്റോ അങ്ങനെ റിസപ്ഷനൊക്കെ ചിലവർ കല്ല് സെറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു, ഇതിപ്പോൾ ഹെയറിൽ ഫ്ലവറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടും കെട്ടിക്കൊണ്ട് പോകാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ്.
ഇത്രയും നല്ലൊരു ഹെയർ സ്റ്റൈൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തതിന് വളരെ നന്ദിയുണ്ട്. വളരെ മനോഹരമായ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.